ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എക്സാം വിന്നറിൻ്റെ ബാച്ചസിൽ നമ്മൾ ഫ്രീഡം ഓഫർ 10% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫ്രീഡം ഓഫർ നമ്മൾ ഓണം എക്സാം കഴിയുന്നത് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന മക്കളാണ്, പക്ഷേ എക്സാമിൻ്റെ തിരക്കിലായതുകൊണ്ട് അത് പറ്റിയിട്ടില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. കാരണം ഓണം എക്സാമിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആകെ ജസ്റ്റ് ഇപ്പം ഏത് ക്ലാസ് ആയാലും 2 ചാപ്റ്റർ 3 ചാപ്റ്റർ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ഓണം എക്സാമിന് ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ നിങ്ങളുടെ ഓണം എക്സാം വൺസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളുടെ ക്രിസ്മസ് എക്സാമും പബ്ലിക് എക്സാമും ഒക്കെ ആയിരിക്കും. അപ്പോൾ ചിലപ്പം ചില മക്കളാണെന്നുണ്ടെങ്കിൽ തന്നെ ഓണം എക്സാമിന് വേണ്ടി ആ 2 ചാപ്റ്ററല്ലേ എക്സാമിൻ്റെ തലേ ദിവസം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഇരുന്നിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതായിരിക്കുമോ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ അവസ്ഥ? ക്രിസ്മസ് എക്സാമിന് ഇതിനേക്കാൾ ചാപ്റ്റേഴ്സ് ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഓണം എക്സാമിൻ്റെ പോർഷൻസും നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവും. അപ്പോൾ ഈ ഓണം എക്സാമിന് പ്രോപ്പറായിട്ട് പഠിക്കാത്ത മക്കളെ സംബന്ധിച്ചിടത്തോളം ഇതും പഠിക്കാനുണ്ടാവും, സെക്കൻഡ് ടേമിൻ്റെ പോർഷനും പഠിക്കാനുണ്ടാവും. അപ്പോൾ അത് ഒരു ദിവസമോ അല്ലെങ്കിൽ എക്സാമിൻ്റെ 2 ദിവസം മുന്നേ മാത്രം നമ്മൾ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത് കഴിഞ്ഞൊരു 2 മാസത്തിനുള്ളിലായിരിക്കും നിങ്ങളുടെ പബ്ലിക് എക്സാം വരുന്നത്. അപ്പോൾ വീണ്ടും ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുന്നു എന്നല്ലാതെ കുറയുന്നില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള പോർഷൻസ്, അത് ടേം 2 ആയാലും ടേം 3 ആയാലും സ്റ്റാർട്ടിങ് മുതൽ തന്നെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് മിനിറ്റിലുള്ള ഹറിബറി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം ഇപ്പം നമ്മുടെ ബാച്ചിലുള്ള മക്കൾ ഏതൊരു ബാച്ചിൽ നിങ്ങൾ അന്വേഷിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ ബാച്ചിലെ പ്രോപ്പറായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞതിലും നേരത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ കുട്ടികളെ വർക്ക്ഷീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു, ചാപ്റ്റർ വൈസ് എക്സാം എടുത്തു. അതും കഴിഞ്ഞ് ഒരു എക്സ്ട്രാ സെറ്റ് ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷനും കഴിഞ്ഞിട്ടാണ് അവർ യൂട്യൂബിൽ ലൈവ് സെഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എക്സാം എഴുതുന്നത് നമ്മുടെ ബാച്ചിലുള്ള മക്കൾ. അപ്പോൾ അതേപോലെയൊക്കെ ചെയ്താലായിരിക്കും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമും പബ്ലിക് എക്സാമും ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. അതിലൂടെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ പല മക്കളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ബസ് മോട്ടിവേഷൻ വേണം, പഠിക്കാനൊരു മോട്ടിവേഷൻ ഇല്ല. എന്തുകൊണ്ടാണ് നമുക്ക് മോട്ടിവേഷൻ ഇല്ലാത്തത്? വൺസ് നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ പഠിച്ചതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണം. നമുക്ക് എക്സാം ഹോളിൽ നമ്മൾ പഠിച്ചത് നന്നായിട്ട് എഴുതാൻ പറ്റണം. അപ്പോഴാണ് നമുക്ക് അതേപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം എന്ന് നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു ഇന്നർ മോട്ടിവേഷൻ വരാനുണ്ട്. ആ സാധനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുട്ടിക്ക് വേറെ ആരുടെയും ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങണം. ലാസ്റ്റ് മിനിറ്റിലുള്ള പ്രിപ്പറേഷൻസ് ഇതൊന്നും നിങ്ങൾക്ക് കൊണ്ടുതരില്ല. കാരണം നമ്മളാരും താഴോട്ടേക്കല്ല പോകാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ മുകളിലോട്ടേക്ക് തന്നെയാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളായാലും 9 കഴിഞ്ഞാൽ 8 കഴിഞ്ഞാലെല്ലാം നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുന്തോറും നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ കൂടിയാണ് വരിക. അപ്പോൾ അത് ആ ഒരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ പഠിച്ച് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം, ആ ഒരു ഇന്നർ മോട്ടിവേഷൻ ഉണ്ടാവണം. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ അത് സെറ്റ് ചെയ്ത് തുടങ്ങണം. ഓക്കെ, അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ബാച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് 10% ഓഫറും ഉണ്ടാകും. ഓക്കെ, ഫീസിൽ ഡിസ്കൗണ്ട് ഉണ്ടാകും. ഇതൊക്കെ വെച്ച് എൻ്റെ കുട്ടിക്ക് നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഓണം എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് സമയമുണ്ട് മക്കളെ. താല്പര്യമുള്ള മക്കളാണെങ്കിൽ ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക, പാരൻസിനോടൊക്കെ പറഞ്ഞു വെക്കുക. ഈ സമയം വരെയാണ് ഓഫർ ഉള്ളത്, അപ്പോൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണം എന്നുള്ള കാര്യം പാരൻസിനെ കൂടെ ഓർമ്മിപ്പിക്കുക. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക, അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ.